തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാറുണ്ടോ? ഞാനങ്ങനെ ചോദിക്കാൻ കാര്യം, പലരും വീരവാദം മുഴക്കുന്നത് കേൾക്കാറുണ്ട്. ഞാനങ്ങനെ പ്രാർത്ഥിക്കാറൊന്നുമില്ല, ദൈവത്തിനെല്ലാം അറിയാമല്ലോ. അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിൽ പറയും, ഞാനങ്ങനെ എനിക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കാറില്ല, ഞാനങ്ങനെ നാട്ടുകാർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു നന്മരൂപനാണ് എന്ന ശൈലിയിൽ പറയുന്നവരുണ്ട്. നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ശരിയാണോ? ശരിയാണെന്ന് മാത്രമല്ല, പ്രാർത്ഥിക്കുകയും വേണം. ഇതാര് പറഞ്ഞു? ഈശോ തന്നെ അത് കാണിച്ചു തന്നിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ഈശോ 3 കൂട്ടർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒന്നാമത്, ഈശോ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്, ഈശോ തൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി, ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മൂന്നാമത്, ഈശോ ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയിലും ഈ 3 തലങ്ങൾ, തട്ടുകൾ ഉണ്ടാകണം. ഒന്നാമത്, നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. രണ്ടാമത്, ഏറ്റവും ചേർന്ന് നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മൂന്നാമത്, ലോകം മുഴുവനും വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ടല്ലേ ഈശോ പറയുന്നത്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, ചോദിക്കുന്നീ, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. അതുകൊണ്ടല്ലേ അവൻ്റെ മുമ്പിൽ വന്ന അന്ധനോട് ഈശോ ചോദിച്ചത്, നിനക്കെന്തു വേണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ആർക്കാണ് അറിയാത്തത് കണ്ണുപൊട്ടന് വേണ്ടത് കാഴ്ചയാണെന്ന്? എന്നിട്ട് ഈശോ ചോദിക്കുകയാണ്, നീ പറ, നിനക്കെന്തു വേണമെന്ന് നീ പറ. നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ ഉണർത്തിക്കുമ്പോഴാണ് നമ്മളിലേക്ക് അനുഗ്രഹങ്ങൾ ചൊരിയപ്പെടുന്നത്. പ്രാർത്ഥിക്കാൻ മടിക്കരുതേ. എപ്പോഴും ഹൃദയത്തിൽ ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കട്ടെ. ആമേൻ.